സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്, മാനേജറായിട്ട്, പിന്നെ കൺട്രോളറായി, പ്രൊഡ്യൂസറായി. ഷെഫീസ് ആയിട്ടാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ടാണ് കണ്ടു വന്നത്. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നു. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് എത്താമേൽ. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും, അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാർ എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ടത്. അതിൻ്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞു സിബി സാറും പ്രസാദ് ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണണം. അപ്പോൾ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ്, കാരണം ഫ്ലാറ്റിനാണ് പിടിച്ചോണ്ടോ. അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിലാണ്. ഡാഡി കുറച്ച് പേടിച്ചു. പിന്നെ റസാഖി ഉണ്ടായിരുന്നു. സിബി സാറും റസാഖിയും എൻ്റെ ഇടവും പോലെ ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. റസാഖിനെ അറിയാലോ, ജീവിതമെല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എൻ്റെ അടുത്ത് പറയുക നീ വിഷമിക്കുന്നുണ്ട്, കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കുട ചൂടിയാണെന്നാലും മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ചുണ്ടാവുന്ന ഈ വഴികളൊക്കെ, അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ. ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കും. സിബി സാറിന്റെ ആണെങ്കിലും റസാഖയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കും എന്നെ എന്തിനാണ് ഇവർ വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിപ്പിച്ച്. ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നത് ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും, ബെസ്റ്റ് വില്ലൻ നല്ല വില്ലത്രൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യാൻ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണ പോലെ. പക്ഷെ എനിക്ക് അതില് ലീഡ് ക്യാരക്ടർ തന്ന എൻ്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും പ്രസാഖിയും. അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെനിക്ക് വളരെയധികം എന്താ പറയാ, ഒരു പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാധനം, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാക്കും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചാകോച്ചാൻ്റെയും വലിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. ഈ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്താ ഷൂട്ടിങ്ങിനാ. അങ്ങനെ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സെബുറാൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയണം. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെ സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ഇന്റർവ്യൂസ് ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുവാണ്. അപ്പോൾ ഞാൻ അബുജി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പില് വേണമെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയുള്ള പിള്ളേര് വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്ക് ആക്കി. അപ്പൊ മനസ്സിലായില്ല അവിടെ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ
എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയേ? അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിലെ ആഗ്രഹം അഭിനയിക്കാനുള്ളതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാം രസാഗു ഉസാഗു എന്നൊക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കണ്ടല്ലോ. അപ്പൊ മലയാളം അറിയില്ലാന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ലാന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടന്റെയും മരിയ ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലില് ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയ്സണായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. 2 പേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാമൻ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നതെന്ന് മനസ്സിലായി. അഴകിയ രാമൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്തു. സാറും സുഭാക്കി ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ളത് പറയുന്നില്ല, പെട്ടെന്ന് എന്താ പറയാ, ഓട്ടോഗ്രാഫ്. സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ, പെരുമാറ്റം. സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട് മമ്മി പറ എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. അപ്പൊ മമ്മി പറഞ്ഞു, നിനക്കല്ല അഭിനയിക്കണം, നീ പറഞ്ഞോ. സാറ് കീറിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിംഗിൾ അഭിനയിക്കണം. സാറാ എന്നിട്ട് കീറിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതപ്പോ എന്താ പരിപാടി? സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ പിന്നെ +2 കാണാൻ പോയത് സെബ്രന്റെ ഫോൺ നമ്പർ വാങ്ങിയതും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു, സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ട് നോക്കിയത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് കിടക്കും, ദിലീപേട്ടൻ്റെയും നീരജാസിന്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോ എനിക്ക് പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണാൻ എൻ്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് വയ്ക്കണ പോലെ ഓണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടിയല്ല. ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും ഇതിൻ്റെ ഉള്ളിൽ എന്ത് അഭിനയിക്കാനാണ്? ഞാൻ സാറിനെ നോക്കി കാണുമ്പോൾ സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും, ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിൻ്റെ കൂടെ ലൈറ്റ് ഓർമ്മ എൻ്റെ ഉള്ളിൽ കയറി പറ്റും. നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖയുടെ ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാർ. ഞാൻ എൻ്റെ ഇടയിൽ സാറേ ഞാൻ ചാക്കോച്ചേട്ടൻ്റെ മോൻ മരിയ ടീച്ചറിന്റെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ ഉണ്ട്, കാരണം പബ്ലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം, +2 പോയി പരീക്ഷ എഴുതിട്ട് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മീനെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഓക്കെ, മമ്മി പെട്ടെന്ന് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്, കാരണം അടുത്ത പടമാവണ്ടേ, അടുത്ത പടമാവാൻ പോകാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി വേണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാണോ? പത്രത്തിൽ നമ്മൾ ചിത്രം തുടങ്ങുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ
ലൊക്കേഷൻ. അപ്പൊ തന്നെ വന്നിട്ട് റോമി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ ഡ്രസ്സും 2 ഡ്രസ്സും കൂടി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോ സിദ്ധും ജിഷ്ണുവാണ് അഭിനയിക്കുന്നത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ് +2 കഴിഞ്ഞ് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും വെക്കേഷൻ ആയിട്ട് പഠനത്തിലേക്ക് വന്നതായിരിക്കും ഇത്രയധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിന് കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറ ക്യാമറയിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കൈയടിയൊക്കെ ഉണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളൂ. അപ്പൊ മനോഹരമായിട്ടില്ല നമ്മുടെ ട്രെയിനിലെ മനോഹരമായിട്ട് കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകയുടെ. അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ 2-3 ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരമായിട്ടും എല്ലാം കുട അടച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിന്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി. അപ്പൊ തന്നെ സാറ് മേക്കപ്പും പിടിച്ചു കാർക്ക് കയറുമ്പോ ഞാൻ സാറേ ഞാൻ ചാക്കോച്ചേട്ടൻ മലയ ടീച്ചറിൽ മോൻ പൊന്നാനി. നീ എന്താ അവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കുട കുടിക്കുന്നത്. അല്ല സാറേ അപ്പൊ പറഞ്ഞു നീ ആ ഹോട്ടലിലേക്ക് വരണം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ. അവിടേക്ക് വന്നു. അവിടെ ഇരുന്നപ്പോ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും. സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചകച്ചോടൻ്റെ. അങ്ങനെ സാറിനെ റൂമിലേക്ക് വിളിപ്പിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അദ്ദേഹം പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവൊക്കെ ഒന്നും ആലോചിക്കേണ്ട, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട് ആരാമ. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ഒരധിക ചിലവ് ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ +2 കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ. ദുബായിലേക്കാ ബഹ്റൈനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു ആ എല്ലാ ഇപ്പൊ ആള് കൂടുതൽ, ഇപ്പൊ തന്നെ ഒരാള് കൂടുതലുണ്ട്. ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗമ്യം പറഞ്ഞ ഷംജു. നിനക്ക് വീണെന്ന് പറഞ്ഞില്ല കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടം സാറ് അടുത്ത പടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനും പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരൂ. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് വിളിച്ചു ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സെലീം പുതിയ ആളുകൂടി വരുന്നുണ്ടോ ഉണ്ടോ സെലീം. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലീം എന്ന് പറയുമ്പോ ഞാനത് ഏത് സെലീം എന്നുള്ളത് അന്വേഷിച്ചിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കണം. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണല്ലോ, കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പൊ ഞാൻ സുഗീതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്. നീയാണ് പുതിയത് വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചെടുക്കും. സാറ് സെലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടിച്ചു പോകുന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാന്നാ പറയാ. ഞാൻ ശ്രമിച്ചു അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ തമാശയിൽ പറയും ഇവരൊക്കെയാണ് അല്ലെങ്കിൽ കഥ കൊണ്ടുപോകുന്നത് നമ്മളാ. രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മൾ പൊന്തിച്ചിട്ടുണ്ട് അവര്. എല്ലാ ദിവസവും കൊണ്ടുവരുന്നത്, എല്ലാവരും പെട്ടെന്ന് ഇപ്പോഴാണ് ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞ എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ ഒന്നൊന്നും എനിക്ക് 100 വയസ്സ് ഒരു പ്രതീതിയാണ് എല്ലാവരും നിൽക്കുന്നതാണപ്പോ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല നമ്മളിടയ്ക്ക് ആഘോഷിക്കാറില്ല 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എങ്ങനെയാ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത് ഒരുപാടുണ്ട് പറയാൻ. അത് കാരണം കുറച്ച് എപ്പിസോഡ് സീരീസ് ആയിട്ട് ഇറങ്ങാം. ഇത് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ടൈറ്റിൽ പോലെ തന്നെ വിവേകാനന്ദൻ വൈറലാവും. കാരണം നാളെ രാവിലെ
ഷൈൻചേട്ടൻ വൈറലാണ്, ഒന്നും നോക്കണ്ട. ഒരു ഇത്രയും കഷ്ടപ്പെട്ട് മലയാള സിനിമയെ സ്നേഹിച്ച് അത് ഈശ്വരൻ കൊടുത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. നല്ല കൈഡി കൊടുക്കുക, നിറഞ്ഞ കൈഡി. ഒന്നും അറിയാതെ ഷൂട്ടിങ്ങിനെ ഞാൻ ആദ്യം കാണുന്നതെന്ന് നമ്മളുടെ ലൊക്കേഷനുണ്ട്. സാർ എങ്ങനെ എന്നെ എടുത്ത് ഇപ്പോഴും എനിക്കറിയില്ല, കാരണം എല്ലാവരും എടുത്ത് എങ്ങനെ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേപോലെ ഒരാളാണ് ലാൽ ജോസ് അല്ലേ? അതൊക്കെ അനുഭവങ്ങൾ പറയുന്നത് കുറെ ഉണ്ട്. ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അടുത്ത പടത്തിൽ പറഞ്ഞു വിട്ടതാണ്, പിന്നെ വന്നാണ് അങ്ങനെ. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വേണ്ട അടുത്ത പടത്തിൽ പറഞ്ഞ് വരാന്ന് പറഞ്ഞ ട്രിക്ക് ഇടം കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് കയറി വന്നു. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ നടത്തിയാണ്. പക്ഷെ വളരെ പെട്ടെന്ന് വന്ന് ആഷിക്ക് എടുത്തോളൂ. ആഷിക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ കുറെ കഥകളുണ്ട്. നമ്മളെ അതല്ലാത്തതുകൊണ്ട് നമുക്ക് വിവേകാനന്ദ വയറിലാണ് തിരിച്ചു വരാം. ഏതായാലും ഇന്നത്തെ ഈ ഒരു ആഘോഷം വിവേകാനന്ദൻ വൈറലാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അങ്ങനെ എല്ലാം ഇവിടെ ഒഫീഷ്യലായിട്ട് പൂർത്തിയാവുകയാണ്. പറഞ്ഞ എല്ലാ വിശിഷ്ടാതിഥികളോടും പ്രത്യേകിച്ച് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിബി സാറ്, എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം വന്നത് സിബി സാറാണ്. ആ സാറ് ഇതിന്റെ അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം ഇരുന്നു. സാറിന് പ്രത്യേക കൈയടി എല്ലാവരും ചേർന്ന്, വിവേകാനന്ദൻ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കൊടുക്കണം. നമ്മുടെ ഇപ്പം എന്തായാലും ഇപ്പൊ നമ്മുടെ അങ്ങനെ ഒരു മിനിറ്റ്. എത്താമയിൽ എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത്